സോ നമ്മൾ 3 നൈറ്റ് സ്റ്റേ ചെയ്ത റൂമിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് പോവാണ്. ദിസ് വാസ് മൈ റൂം ആക്ച്വലി. നമ്മളൊന്ന് ടൈഡി അപ്പ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് വി ഡോണ്ട് ലീവ് തിങ്സ് ഇൻ എ മെസ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഡേ 4 ആയിട്ടുണ്ട്. നമുക്ക് ടർക്കിയിൽ നിന്ന് പോകുമ്പം നല്ല വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടർക്കിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് കുറച്ചൊരു ഹാഫ് ഡേ കറക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഫ്ലൈറ്റിന് നമ്മൾ ലണ്ടൻ ഹീത്രോയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. സോ യെസ്, ലെറ്റ്സ് സീ ഇഫ് ദർ ഈസ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ് ടുഡേ, ലൈക്ക് ഹാഫ് ഡേ. I'll keep you updated. Thank you so much. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പെട്ടിയും ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് താഴെ റിസപ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഹാഫ് ഡേ കൂടെ ഉണ്ടായിരുന്നു കറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വന്നാൽ പിന്നെ ആ ഒരു കുറച്ച് നേരം കൂടെ നമ്മൾ ടർക്കി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് മോർണിംഗിൽ അവിടുത്തെ കാഴ്ച. ഒരുപാട് ബേർഡ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. സോ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് ട്രിപ്പ് എടുത്തിട്ട് പോകാനുള്ളതാണ്. സോ ബസ് എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഓട്ടക്കോയ് എന്ന് പറഞ്ഞിട്ടുള്ള മോസ്കിൻ്റെ അടുത്തേക്കാണ്. ഭയങ്കര മഴയായിരുന്നു രാവിലെ. മഴയത്തുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് കുടയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് റിയലി ലൈക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. സോ ഓൾ ഓഫ് ദം വർ ഹാവിങ് ദോസ് അംബ്രല്ല. സോ ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഓട്ടക്കോയ് മോസ്ക്. നമ്മൾ മോസ്കിൻ്റെ അകത്തേക്കൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് ആയതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് നമ്മൾ 2-3 ദിവസം ഇവിടെ നിന്നിട്ടേ ഭയങ്കര നല്ല വെതറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ള 2-3 ദിവസങ്ങളായിരുന്നേ. ക്ലൈമറ്റും ഭയങ്കര നല്ല ക്ലൈമറ്റായിരുന്നു. ബിക്കോസ് നമ്മുടെ യു കെയിലാണെങ്കിൽ ഇപ്പം വിൻ്ററിൻ്റെ സീസണാണ്. വിൻ്റർ എന്ന് മാത്രമല്ല പകലും കുറവാണ്. അപ്പം നമ്മുടെ ടൈമൊക്കെ മാറിയിട്ട് പകൽ നേരം വെളുക്കാൻ കുറേ വൈകും. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു 3:34 ആകുമ്പോഴത്തേക്ക് തന്നെ നൈറ്റ് ആവുന്നൊരു കാഴ്ചയാണ്. സോ ഇത് ഓട്ടക്കോയ് മോസ്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊന്ന് കണ്ടു. അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നേ. പിന്നെ ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഫുഡ്സ് എന്ന് പറയുന്നത് ജാക്ക് പൊട്ടാറ്റോസ് ആണ്. അത് വലിയൊരു പൊട്ടറ്റോ ഇതുപോലെ ഇങ്ങ് സ്റ്റീം ചെയ്തിട്ടോ അങ്ങനെ ചുട്ടെടുക്കുക, എങ്ങനെയാണെന്നറിയില്ല, നല്ല ടേസ്റ്റാണ്. അതിനകത്തോട്ട് നമ്മൾ പറയുന്ന ഫില്ലിങ്സ് ഒക്കെ അവർ വെച്ച് തന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ ഫില്ലിങ്സാണ് വേണ്ടിയെന്നുള്ളത്. അപ്പം അത് ഉണ്ടാക്കുന്നൊരു കാഴ്ച. ഇതൊരു ഇവിടുത്തെ ഫേമസ് ഫുഡാണ്. അപ്പം നമ്മളോട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവർ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കുമ്പം അതൊക്കെ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് തരും. സോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മഷ്റൂംസ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പിന്നെ പെപ്പറോണി, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. കുറച്ച് ഒലീവ്സ്, കോൺ, പിന്നെ ഹലോപ്പിനോ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഒന്നും ആക്കി പിന്നെ നമ്മളത് മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഫെറീൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫെറിയിൽ കയറിയിട്ട് പോകുന്നത് ബലാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ബലാട്ടിലോട്ട് പോകാനുള്ള ഫെറീൻ്റെ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ജാക്ക് പൊട്ടാറ്റോസ് വാങ്ങി അതിനകത്തോട്ട് കുറച്ച് ക്രീം ചീസ്, മയണൈസാണെന്ന് തോന്നുന്നത്, മയണൈസ് ആൻഡ് ടൊമാറ്റോസ്, കെച്ചപ്പ്, അപ്പോൾ അത് രണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. സോ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫെറി കയറാനായിട്ടാണ്. അപ്പോഴത്തേക്ക് മഴയൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. യെസ്, പക്ഷേ എന്നാലും ആ ഒരു കുടയൊക്കെ പിടിച്ച് ഇത് നല്ലൊരു സീനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്, നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഫെറിയുടെ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫെറിയുടെ ടിക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറി ദെൻ വി ആർ ഗോയിങ് ഇൻ ടു ദ ഫെറി. യെസ്, അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത്. അതായത് ടർക്കിയിലെ തന്നെ ഏഷ്യ ആൻഡ് യൂറോപ്പിനെ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണത്. അങ്ങോട്ട് പോകേണ്ടത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഓട്ടക്കോയ് മോസ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ആൻഡ് യെസ്, നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് പോകുന്നത് ബലാട്ട് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ ഫെറിയിലൊക്കെ കയറി നടക്കുമ്പം ഒരുപാട് ഇങ്ങനെ നമ്മുടെ ഈ ബേർഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ സീകൾ ഒരുപാട് ഇങ്ങനെ ഈ വണ്ടിയുടെ ഈ ഫെറിയുടെ പുറകെ ഇങ്ങനെ വരും. അപ്പം ആൾക്കാർ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാനുണ്ടായിരുന്നു. പൊട്ടറ്റോട് നല്ല മാഷ് പൊട്ടറ്റോടൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് ടേസ്റ്റ് വന്നത് നമ്മളിപ്പോൾ അതിനകത്തൂടെ ഓർഡർ ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഹാലോപ്പിനിയോസോ അല്ലെങ്കിൽ നമ്മുടെ കോൺ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഗ്രേറ്റ് സംഭവമായിട്ടും തോന്നിയില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഓക്കെ ഫുഡ്, നമുക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വണ്ടി വിട്ടപ്പോൾ തന്നെ ഈ ഒരു സീഗൾസ് കുറേ ഇങ്ങനെ വണ്ടിയുടെ പുറകെ വരുന്നുണ്ടായിരുന്നേ. ആൻഡ് ഓൾസോ ലൈക്ക് ഒരു കപ്പ് ഉണ്ടായിരുന്നു. കപ്പിൽ അവരുടെ എന്തൊക്കെയോ ഒരു സ്നാക്സ് പോലത്തെ സംഭവം വാങ്ങിയിട്ടേ ഇങ്ങനെ ഈ ബേർഡ്സിന് കൊടുക്കുമ്പം അതിങ്ങനെ പുറകെ വരുന്നുണ്ടായിരുന്നു. സോ
അവർ നമുക്ക് കുറച്ച് തന്നു ഇങ്ങനെ സ്നാക്സ് ബേർഡ്സിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ കൊടുത്തു. ആൻഡ് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൺലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് തന്നെ വേറൊരു വൈബാണ്. സോ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്ക് നമുക്ക് തന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അതൊക്കെ കൊടുത്തു. അപ്പോൾ ബേർഡ്സിന് അതിങ്ങനെ പുറകെ വന്നിട്ട് അതിങ്ങനെ ഓരോന്ന് കൊത്തി തിന്നുണ്ടായിരുന്നേ. സോ ദാറ്റ് വാസ് ആക്ച്വലി റിയലി നൈസ്. ആൻഡ് നമ്മൾ ഫൈനൽ ഡേ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ബോട്ട് റൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുവിലൊക്കെ പോകാനും അതുപോലെ കാണുന്ന കാഴ്ചകളും വ്യത്യാസമാണല്ലോ. ഓരോ സ്ഥലത്തുള്ള ഓരോ കാഴ്ചകളാണല്ലേ നമുക്ക് കാണാൻ പറ്റണേ. സോ ബലാട്ട് ടവറല്ല, ബലാട്ട് മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. സോ ഒരുപാട് ഉള്ളോട്ടല്ല, പക്ഷേ നമുക്ക് ടർക്കിഷ് കോഫി കൂടെ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. സോ അങ്ങനെ ഒരു ഷോറിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് നടക്കണയാണ്. നടന്നിട്ട് നമുക്ക് ഇത് കാണാം കേട്ടോ, നമ്മുടെ ട്രാമൊക്കെ പോകുന്നത് കാണാം അതിൽ കൂടെ. പക്ഷേ നമുക്കിനി ട്രാം എടുക്കേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള 1-2 ബോട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നേ. സോ ദാറ്റ് വാസ് റിയലി നൈസ് ടു സീ. ആൻഡ് നമ്മളിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കണ്ടത് ഗലാട്ട ടവറാണ്. നമ്മൾ ചീസ് കേക്ക് കഴിക്കാൻ പോയിട്ടുണ്ടായില്ലേ, അപ്പോൾ അവിടെ കണ്ട ഗലാട്ട ടവർ. അതിപ്പോൾ ഇസ്താംബുളിൽ എവിടെ പോയാലും ആ ഒരു ടവർ കാണാമെന്നുള്ളത്. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ ടോളസ്റ്റ് ബിൽഡിംഗ് ആൻഡ് മോണ്യുമെൻറ്റ് ഇൻ ടർക്കി, ഇസ്താംബുൾ. അപ്പം അത് നമ്മളിപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ കാണാൻ പറ്റുമേ. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ പുഴയുടെ ഓരത്തൂടെയൊക്കെ കുറേ അങ്ങ് നടന്നിട്ട് നമ്മൾ എത്തുന്നത് ബലാട്ട് മാർക്കറ്റിൻ്റെ അവിടെയോട്ടാണ്. സോ ദാറ്റ് വാസ് ഓൾസോ വെരി നൈസ് എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഒരു ബീച്ച് വൈബ്, ഒരു ഗോവ വൈബൊക്കെ പോലെയുള്ള കുറേ ഷോപ്സ്, കഫേ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. സോ ഇവിടെ ആക്ച്വലി ഈ ഈവനിങ്സിൽ വന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കരമായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ക്യൂട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സോ കുറേ ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ടർക്കിഷ് കോഫിയാണ്. ടർക്കിഷ് കോഫിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ടർക്കിഷ് ടീ ഓൾസോ ഫേമസ്. ആൻഡ് ഇതാണ് നമ്മുടെ കോഫിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ കോഫി ഉണ്ടാക്കുന്ന തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ്. ആ ഒരു ട്രേ പോലത്തെ സാധനത്തിനകത്ത് സാൻഡാണുള്ളത്. ചൂട് സാൻഡ്, അതിൻ്റെ ഹീറ്റ് തട്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിൽ ആ കോഫി ഇങ്ങനെ തിളയ്ക്കുക. അപ്പം നമ്മൾ മൈൽഡ് കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് എ കോഫി പേഴ്സൺ, പക്ഷേ കോഫി ഇഷ്ടവുമാണ് എന്നാൽ തന്നെ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് വന്നു. യെസ്, അപ്പം അവർ സ്വീറ്റൊക്കെ കുറച്ചിട്ടോളം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു ഷുഗർ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അവർ. അപ്പം ആ ഒരു മണലിൻ്റെ ചൂടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ തിളയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി സെറ്റപ്പ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ് ടു വാച്ച് ആക്ച്വലി. കാരണം ഒരു വെറൈറ്റി മെത്തേഡ് ഇങ്ങനെയൊക്കെ കോഫി ഉണ്ടാക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അവരെങ്ങനെ ഇളക്കിയിട്ടൊക്കെ അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. സോ യെസ്, നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഈ ഒരു ഷോപ്പ് നല്ലതാണെന്ന് കേട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൽ അവർ അവിടെ തന്നെ ഉണ്ടാക്കണ ഒരു ഹോം മെയ്ഡ് പോലത്തെ സംഭവമാണ്. അപ്പം അത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. അങ്ങനെ അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, ചൂടായി വരുന്നുണ്ട്. സോ യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് റെഡി നൗ. സോ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് വെരി സ്ട്രോങ്. ഐ ഡോണ്ട് നോ, മേ ബി കോഫിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ ട്രൈ ചെയ്തു, ഒരു പകുതിയോളം കുടിച്ചു കേട്ടോ. പകുതിയോളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇറ്റ് വാസ് ടു സ്ട്രോങ്. ആൻഡ് കുറച്ച് പകുതി ആയപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് പൊടി മിക്സായിട്ട് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുക. അപ്പം വെരി മൈൽഡ് വല്ലതും പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. നമ്മൾ മൈൽഡ് ആവാണ് പറഞ്ഞത്, പക്ഷേ അതിലും മൈൽഡായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. സോ ഇത് ഞാൻ കണ്ടത് ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വീട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഓരോ ബിൽഡിങ് ഓരോ കളറിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഒന്ന് നടന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത്ര ഉണ്ടായിരുന്നുള്ളൂ സംഭവം അവിടുത്തെ. പിന്നെ നമ്മൾ തിരിച്ച് നടക്കുന്നതാണ്. ബിക്കോസ് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ഹോട്ടലിലോട്ട് എത്താനുള്ളതായിട്ടുണ്ട്. കാരണം വൈകുന്നേരം നമുക്ക് ഫ്ലൈറ്റാണ്. അപ്പം 2:30 ആണ് നമ്മുടെ പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. സോ പിക്കപ്പ് എൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹോട്ടലിലോട്ട് എത്തണം. ഫുഡ് കഴിക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഏറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ യെസ്, ആ മുന്നിൽ പോകുന്നുണ്ട് നമ്മുടെ മലയാളി ചെക്കൻ. അവർ നമ്മുടെ ഗൈഡാണ്. പുള്ളിയാണ് നമ്മുടെ ഇത്ര നാളും ഈ ഒരു 3 days നമ്മളെ ഹെൽപ്പ് ചെയ്തതും നമ്മളെല്ലായിടത്തും കൊണ്ടുപോയതും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തതൊക്കെ പുള്ളിയാണ്. നമ്മളങ്ങനെ തിരിച്ച് വരികയാണ്. തിരിച്ച് നമ്മൾ ട്രാമിലാണ് പോണത്. സോ നമുക്ക് പോകാനുള്ള ട്രാം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ട്രാമിൽ കയറിയിട്ടാണ് പോകുന്നത്. ട്രാം ആൻഡ് മെട്രോ, അതാണ് നമ്മുടെ ലാസ്റ്റത്തെ റൈഡ് എന്ന് പറയുന്നത് ടർക്കി ഇസ്താംബുളിൽ. അപ്പോൾ യെസ്, നമ്മുടെ മെട്രോ ട്രാം ഇറങ്ങിയിട്ട് നമ്മളിനി മെട്രോ കയറാനായിട്ട് പോകണ്ടേ. നമ്മൾ ആ ഫോട്ടോ ഒക്കെ എടുത്ത പ്ലേസ് ഉണ്ടായിരുന്നില്ല, ഹാലിച്ച് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ടർക്കി സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഗലാട്ട ടവർ കാണാം. ഗലാട്ട ടവറിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ കുറച്ച് ഫ്യൂ ഹവേഴ്സും കൂടെ ഉള്ളൂ നമ്മളിനി ടർക്കിയിൽ. അങ്ങനെ തിരിച്ച് റൂമിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ പോവാണ്.
അപ്പം ഓരോ സൈഡിലും ഓരോ വെതറാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്കൈ കാണാം. മറ്റേ സമയത്ത് ഇതുപോലെ ക്ലൗഡി ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കൈ. അപ്പം അതൊക്കെ ഒരു വെറൈറ്റി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് ടക്സിം സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. സോ യെസ്, അപ്പം നമ്മൾ വി വാണ്ടഡ് ടു ട്രൈ ചെസ്നട്ട്. ഐ ഡോണ്ട് നോ, ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷിൽ നമ്മളിത് വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ബിക്കോസ് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ആദ്യം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. അവസാനം നമ്മൾ ലാസ്റ്റ് ലഞ്ച് കഴിക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മാക്ഡിയിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ബർഗറൊക്കെയാണ് കഴിച്ചത്. ബിക്കോസ് നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ടക്സിം സ്ക്വയറിൽ തന്നെയുള്ള ആ ഒരു ചേർച്ച് ഉണ്ടല്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ കാണുന്ന മോസ്ക് ഉണ്ടായില്ലേ, അപ്പം മോസ്കിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോഴാണ് അന്ന് കയറിയിട്ട് കാണുന്നതൊക്കെ. ആൻഡ് നമ്മുടെ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. ടാക്സി വന്ന് നമ്മൾ എയർപോർട്ടിലോട്ടുള്ള യാത്രയാണിത്. അപ്പം ഭയങ്കര റാൻഡമായിട്ട് കണ്ടാണ് ഈ റെയിൻബോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നേരം ആ റെയിൻബോ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അതൊരു ഭയങ്കര സീനിക് ആയിരുന്നു കേട്ടോ വ്യൂ. ആ ഒരു ബിൽഡിംഗ് ബാക്ക്ഗ്രൗണ്ട്സും പിന്നെ ഈ റെയിൻബോ കാണുന്നതൊക്കെ ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. നമുക്ക് ഇറങ്ങാൻ നേരത്തുള്ളൊരു വിഷമം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. നമ്മൾ നല്ലൊരു വെതറിൽ നല്ലൊരു കൺട്രിയിൽ കുറച്ച് 2-3 ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തപ്പം നമുക്കൊരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടർക്കിനോട്. അപ്പം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയതുപോലെ തോന്നി. കുറച്ച് ദിവസം കൂടെ നമുക്ക് നിൽക്കണം എന്നുള്ളൊരു ഫീലൊക്കെ വന്നു കേട്ടോ. സോ യെസ്, അങ്ങനെ ക്ലൗഡി ആയിട്ടുള്ളൊരു ആകാശം, പിന്നെ ഭയങ്കര സണ്ണി ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് റെയിൻബോ ഒക്കെ കൂടെ ഭയങ്കര നല്ലൊരു ഡ്രൈവായിരുന്നു. നമ്മളൊരു 35-40 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാണ് നമ്മുടെ ഇസ്താംബുൾ എയർപോർട്ട്. നമ്മൾ വന്നിറങ്ങി അത് എയർപോർട്ട് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് നമുക്ക് ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റ് 6:25-നാണ്. 6:25 ഫ്ലൈറ്റ് ആൻഡ് 3.5 hours, ഒരു 3.5 മണിക്കൂർ ഫ്ലൈ ഉണ്ടായിരുന്നേ. ആൻഡ് നമ്മൾ ലണ്ടനിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ ലണ്ടനിൽ എത്താനായപ്പം കണ്ട ഈ ഒരു സ്കൈയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ കാണുമ്പം എപ്പോഴും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ സിറ്റിയൊക്കെ ലൈറ്റ്സ് അപ്പ് ചെയ്തിട്ട് അതും നമ്മൾ മേഘത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് അതിലോട്ട് താഴോട്ട് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു വൈബാണ്. കാരണം അത് കണ്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്ലൗഡിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും പോകുന്നു, പിന്നെയും താഴത്തോട്ട് പോകുന്നു, അങ്ങനെ. സോ എനിവേ, ഇറ്റ് വാസ് ലൈക്ക് എ വണ്ടർഫുൾ വ്യൂ. ആൻഡ് നമ്മുടെ 3 ദിവസത്തെ ഒരു ടർക്കി എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. കാരണം നമ്മുടെ ഒരു തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു ഫ്യൂ ഡേയ്സ് നമ്മളൊന്ന് മാറി നിൽക്കുമോ, അങ്ങനെ ട്രിപ്പ് പോവുക, ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ഓർക്കുമ്പം ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഫോർ അവർ ലൈഫ്. ആൻഡ് യെസ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ടർക്കി വ്ലോഗ്. നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റി, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരെ, അവരുടെ കൾച്ചർ, സിറ്റിയൊക്കെ കാണുക, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഡെഫിനറ്റ്ലി. പിന്നെ നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് വാസ് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ദാറ്റ് വി എക്സ്പീരിയൻസ് ഇൻ ടർക്കി. അതുപോലെ തന്നെ ആ റൂഫ് ടോപ്പിലുള്ള ഫോട്ടോഷൂട്ട്, അതൊക്കെ നമ്മൾ പണ്ടിങ്ങനെ റീൽസിലും ഒക്കെ കാണുന്നല്ലാതെ അതൊക്കെ നേരിട്ട് കാണാനും അത് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ഹമാം ബാത്ത്. അവിടെ പോയി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ടർക്കിഷിൻ്റെ ഹമാം ബാത്ത് എന്ന് പറയുന്നത്, ട്രഡീഷണൽ. അപ്പോൾ അതൊക്കെ കൂടെയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2-3 ദിവസം എല്ലാ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് റിലാക്സ് ചെയ്തിട്ട് വന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. സോ എനിവേ, നമ്മുടെ ട്രാവൽ വാസ് ഓൾസോ വെരി സ്മൂത്ത്. ആക്ച്വലി നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതൊരു 3.5 hours ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദ വാസ് നത്തിങ് ആക്ച്വലി. പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഇൻ കേസ് ഇഫ് യു വാണ്ടഡ് വി ക്യാൻ ഹാവ് സം, നമുക്ക് ചിപ്സോ അല്ലെങ്കിൽ സാൻഡ്വിച്ചസ് ആൻഡ് ഡ്രിങ്ക്സ്, ടീ, കോഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. ആൻഡ് ഓൾസോ കുറച്ച് ചിപ്സ് അങ്ങനെ എന്തോട് വാങ്ങിച്ചു. ബിക്കോസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു റോളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയത്. സോ വി വർ നോട്ട് ദാറ്റ് ഹംഗ്രി. ആൻഡ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അറൗണ്ട് ഒരു 10 PM അറ്റ് നൈറ്റ് ആകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, ഓവറോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. ദ ലാൻഡിങ് വാസ് വെരി സ്മൂത്ത് ആൻഡ് നമ്മുടെ ഒരു സ്കൈ വ്യൂ ഒക്കെ കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ യെസ്, നമ്മൾ കുറച്ച് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. വി എൻജോയ്ഡ് അവർ ഡേയ്സ് ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ് ആക്ച്വലി. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. സീ യു, ബൈ.